മകരവിളക്ക് ദിനത്തിൽ ശബരിമലയിൽ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചിരിക്കുന്നു ഹൈക്കോടതി. 35,000 പേർക്ക് മാത്രമാണ് പ്രവേശനമുള്ളത്. വെർച്വൽ ക്യൂ വഴി 30,000 പേർക്കും സ്പോട്ട് ബുക്കിംഗ് വഴി 5,000 പേർക്കുമാണ് പ്രവേശനം. ശ്രീജിത്ത് ശ്രീകുമാരൻ സന്നിധാനത്ത് നിന്ന് തത്സമയം ചേരുകയാണ്. ഗുഡ് ഈവനിംഗ് 24-ൽ. ശ്രീജിത്ത്, ഇപ്പോൾ ഇന്ന് കുറച്ച് തിരക്കിന് കുറവുണ്ടായിരുന്നു എന്നതാണ് ഉച്ചവരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ അങ്ങനെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി വരും ദിവസങ്ങളിലൊക്കെ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുകയാണ് അല്ലേ? തീർച്ചയായും നിയന്ത്രണങ്ങൾ കടുപ്പിക്കാതെ മറ്റ് മാർഗങ്ങളില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പോലീസിന്റെ ഒരു കണക്ക് പ്രകാരം ഇത്തരത്തിൽ ദർശനം നടത്തിയത് 1,13,000 തീർത്ഥാടകർ എന്ന ഒരു വലിയ നമ്പറിലേക്ക് എത്തിയിരുന്നു. ഹൈക്കോടതിയുടെ കർശനമായ നിർദ്ദേശം ഉണ്ടായിരുന്നു. ഈ ശബരിമല സന്നിധാനത്ത് ഏതാണ്ട് 50,000 അല്ലെങ്കിൽ 60,000-ൽ താഴെ ഭക്തർക്ക് മാത്രമേ വന്ന് ദർശനം നടത്തി തിരിച്ചു പോകാനുള്ള സൗകര്യമുള്ളൂ എന്നൊരു നിരീക്ഷണം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതുകൊണ്ട് 1,00,000-ൽ താഴെ ഭക്തരെ പ്രവേശിപ്പിക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് ഈ പറയുന്നത് പോലെ പോലീസും അതുപോലെ തന്നെ ദേവസ്വം ബോർഡും തീരുമാനമെടുത്തിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് പമ്പയിലും നിലക്കലിലും ഒക്കെ തന്നെ കർശനമായ നിയന്ത്രണങ്ങൾ തുടരുകയാണ്. സന്നിധാനത്ത് വലിയ തിരക്കുണ്ടാവുമ്പോൾ സ്വാഭാവികമായി പമ്പയിലും അതുപോലെ തന്നെ അതിന് മുന്നോടിയായി തന്നെ നിലക്കലിലും ആ ഒരു നിയന്ത്രണങ്ങൾ അവിടെ നടത്തും. അതിനുശേഷം ഇവിടെ തിരക്കൊഴിയുന്ന സമയത്ത് ആളുകളെ കയറ്റിവിടുന്നു എന്നൊരു തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും പലപ്പോഴും ശരംകുത്തി വരെയും ശബരിപീഠം വരെയും ഒക്കെ ആളുകളുടെ ഈ തീർത്ഥാടകരുടെ നിര നീളുന്നത് നമ്മൾ നേരിൽ കാണുന്നതാണ്. ഏതാണ്ട് 3 മണിക്കൂറോളം ക്യൂവിൽ നിൽക്കേണ്ട ഒരു സാഹചര്യമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് സമാനമായ രീതിയിലുള്ള ഒരു ക്യൂ കാണുന്നില്ല. എന്തായാലും ആളുകൾ ഉണ്ട്. നമുക്ക് പുറകിൽ നേരെ സോപാനമാണ് കാണുന്നത്. ആളുകളുണ്ട്. പക്ഷേ ക്രമാനുഗതമായി ആ തിരക്ക് കുറയുന്നതായാണ് കാണുന്നത്. പെട്ടെന്ന് തന്നെ പോലീസുകാർക്ക് ആളുകളെ പിടിച്ചു കയറ്റാൻ പറ്റുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ അതിൽ ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഇപ്പോൾ തന്നെ പർണശാലകളെല്ലാം കെട്ടിക്കൊണ്ട് അയ്യപ്പ ഭക്തർ, അത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന അയ്യപ്പ ഭക്തരൊക്കെയാണ്. അവർ പല മേഖലകളിലും കാട്ടിലും അതുപോലെ തന്നെ പല പ്രദേശങ്ങളിലും തമ്പടിച്ചിരിക്കുകയാണ്. അവർ ഇനി മകരവിളക്ക് കണ്ട് മകരജ്യോതി ദർശനമൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ മലയിറങ്ങി പോകൂ. പക്ഷേ അവരുടെ കണക്ക് എത്രയുണ്ട് എന്നത് പോലീസിനോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനോ ഒരു വിലയിരുത്താൻ കഴിയാത്ത കണക്കാണ്. അതാണ് ഏറ്റവും ഒരു ആശങ്ക എന്ന തരത്തിലുള്ളത്. അവരെയും പരമാവധി പെട്ടെന്ന് തന്നെ പമ്പയിലേക്ക് മറ്റും മാറ്റാൻ ആവശ്യമായ നടപടികളിലേക്ക് കടക്കണമെന്ന് ഇന്ന് ADM-ന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഇന്ന് കർശനമായ സുരക്ഷ SP സുജിദാസ് അടക്കമുള്ള ആളുകൾ ഇവിടെ തന്നെ തുടരുകയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പല മേഖലകളിലും പരിശോധനകൾ നടത്തിയിരുന്നു. ഇന്നലെ ഈ പല പമ്പയിലും ശരംകുത്തിയിലും അടക്കം പല മേഖലകളിലും പരിശോധന നടത്തി. പണ്ടിത്താവളത്ത് ഏറ്റവും കൂടുതൽ അയ്യപ്പ ഭക്തർ തമ്പടിക്കുന്ന, ഈ മകരവിളക്ക് കാണുവാനായി അയ്യപ്പ ഭക്തർ തമ്പടിക്കുന്ന പണ്ടിത്താവളത്ത് കർശനമായ സുരക്ഷ ഏർപ്പെടുത്താൻ വേണ്ടി അവിടെ അതുപോലെ തന്നെ പലകളും അടക്കം കെട്ടിക്കൊണ്ട് ഒരു ആളുകളെ തിരിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളിലേക്ക് കടക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് ADM-ന്റെ നേതൃത്വത്തിൽ ഒരു രാഹുൽ നായർ ADM അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു അവലോകന യോഗം ചേർന്നു. പോലീസിന്റെ നേതൃത്വത്തിൽ നാളെയും മറ്റു പല പരിശോധനകളും നടക്കും. എന്തായാലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. വിവാദങ്ങളൊന്നും ബാധിക്കാതെ തന്നെ സുഗമമായ ഒരു മണ്ഡലകാലം പൂർത്തിയാവുകയാണ്. അത് അതിന്റെ പരിസമാപ്തിയിലെത്തും. മറ്റൊരു മണ്ഡലകാല സീസൺ കൂടി പരിസമാപ്തിയാവുകയാണ്. ഇത്തരം വിവാദങ്ങളൊന്നും അവിടുത്തെ ഭക്തരെ അവരുടെ അങ്ങോട്ടേക്ക് എത്തുന്നതിലൊന്നും അതൊന്നും ബാധിച്ചിട്ടില്ല എന്നതാണ്. ഇന്നൊരൽപ്പം തിരക്കിന് കുറവുണ്ടായിരുന്നു. വരും ദിവസങ്ങളിൽ നിയന്ത്രണം കടുപ്പിക്കും. 35,000 പേർക്ക് ആ ദിനം മകരവിളക്ക് ദിവസം അവിടെ ദർശനത്തിനുള്ള അനുമതി ഉണ്ടാവുകയുള്ളൂ എന്ന കണക്കുകളൊക്കെ പുറത്തു വരികയാണ്. ഇന്ന് സുരക്ഷാ പരിശോധനയുണ്ട്. വരും ദിവസങ്ങളിലും പരിശോധനകൾ ഉണ്ടാകും. എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമാണ് എന്നതാണ് ശ്രീജിത്ത് ശ്രീകുമാരൻ സന്നിധാനത്ത് നിന്ന് അറിയിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.